നമുക്ക് 45,000 രൂപയോളം നഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കൂടിയതാണ്, നമ്മുടെ പൈസ ഇതുപോലെ പോയിട്ടുണ്ട്. ജോലി ചെയ്ത് 8,000 രൂപ നമ്മളോട് അതേ നടന്നുകൊണ്ടിരുന്ന. അരുവിത്ര പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് വൻ തട്ടിപ്പ് നടത്തിയതായി പരാതി. ഈരാറ്റുപേട്ട അരുവിത്ര പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് തങ്കമണി എന്ന ജീവനക്കാരിയാണ് വലിയ തട്ടിപ്പ് നടത്തിയതായ വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇവർ ആളുകളുടെ അടുത്തുനിന്ന് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാൻ എന്ന വ്യാജേന മേടിച്ചിരുന്ന പൈസ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാതെ മാറ്റിയെന്ന പരാതിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. 1000 രൂപ വീതം മാസം അടയ്ക്കുന്നത് ഏകദേശം 51 തവണയോളം നമുക്ക് ഇതിൽ ഈ കാർഡിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഇവിടെ വന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബുക്ക് അവർ മരണപ്പെട്ട ശേഷം ബുക്ക് വന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് ആകെ 6,000 രൂപ മാത്രമാണ് ഇതിൽ അവർ അടച്ചിരിക്കുന്നത്. ബാക്കി തുക നമ്മളിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയും അത് അടയ്ക്കാതെ അവർ എടുക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് 45,000 രൂപയോളം നഷ്ടമായിട്ടുണ്ട്. ഈ ചേച്ചിയായിട്ട് കളക്ഷൻ വരുന്ന ആളുമായിട്ട് എത്ര മാസം പരിചയമുണ്ടായിരുന്നു? ചേച്ചിയായിട്ട് ഞങ്ങൾക്ക് 10-15 വർഷത്തോളം ബന്ധമുള്ള, ഞങ്ങൾ ഇതിന് മുമ്പ് കൂടിയിട്ടുള്ളതാണ്. അത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇതിന്റെ നടപടി എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും നമ്മൾ അടയ്ക്കുമ്പോൾ ഈ ബുക്ക് കൊണ്ടുവന്ന് നമ്മളെ പതിപ്പിച്ചിട്ട് ബുക്ക് കാണിക്കും എന്നുള്ളതായിരുന്നു. അത് പ്രായോഗിക നടപടി അത് അല്ലാത്തത് കൊണ്ട് അവര് അത് മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലാസ്റ്റത്തെ. ഇനിയിപ്പം ഇവിടെ ഒരു പരാതി കോട്ടയത്തേക്ക് കൊടുക്കാൻ വേണ്ടി, ഇവിടെ ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ നടപടി എന്താണെന്നുള്ളത് ഇവര് തീരുമാനിക്കണം. ഞാനോ നിങ്ങളോ ഇതിന്റെ ഏജന്റ് ആകുന്നില്ലല്ലോ. ഏത് ഫ്രോഡിനെയും പിടിച്ച് ഏജന്റ് ആക്കാം എന്നുള്ള നടപടി നടക്കുകയല്ലോ. അത് ഇവർക്ക് അതിന് ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. അല്ല, ഏത് ഫ്രോഡും ഏജന്റായിട്ട് വരിക തോന്നുന്നത് ഇതിപ്പം ചെറിയൊരു തട്ടിപ്പല്ല നടന്നിരിക്കുന്നത്, ഒരു കൊള്ള തന്നെയാണ് ശരിക്കും നടന്നിരിക്കുന്നത്. ഇത് ഒരുപാട് 100-150ഓളം പേർക്ക് ഇതുപോലെ സമാന രീതിയിൽ പൈസ നഷ്ടമായിട്ടുണ്ട്. അവരെല്ലാം അറിഞ്ഞു പിടിച്ച് വരുമ്പോൾ ഇത് തുക കോടികളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. നമ്മൾ ഇതുപോലെ കൂടിയതാണ്, നമ്മുടെ പൈസ ഇതുപോലെ പോയിട്ടുണ്ട്. 2021 കൂടിയിട്ട് ആകെ 30,000 രൂപ കാർഡിൽ വരവ് വെച്ചിട്ടുണ്ട്. ഈ മാസം പൂർത്തീകരിച്ച് കിട്ടേണ്ടതായിരുന്നു. കിട്ടുമ്പോൾ 74,000 രൂപയോളം നമ്മൾ ഈ വർഷം വരേണ്ടതായിരുന്നു. ഇതിനകത്ത് ആകെ നമുക്ക് അടവ് വന്നേക്കുന്നത് ആകെ 30,000 രൂപ എന്റെ ബുക്കിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്റെ കൊച്ചിന്റെയും കൂടിയത്, അതും ഈ വർഷത്തിൽ 1000 വെച്ച് അടയ്ക്കുന്നതായിരുന്നു. അതും ആകെ 1000 രൂപ അടച്ചിട്ടുള്ളൂ. പാസ്ബുക്കിനകത്ത് 5,000 രൂപ ഇല്ല. എനിക്ക് അതുപോലെ വേറെ രണ്ടാമത്തെ ചിട്ട് കൂടിയതിൽ 2025 പുതിയതാക്കി നമുക്കത് പുതുക്കി തന്നതായിരുന്നു. ചേച്ചി ഇതുപോലെ അടയ്ക്കാതെ വന്നതാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്നിന്റെ തുടർന്നുള്ള ബുക്കായിരുന്നു. പക്ഷെ നമുക്കത് 2 ബുക്കായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അതിൽ കിടക്കുന്നത് 25/2/2025 ആയിട്ടാണ് കിടക്കുന്നത്. അതിനകത്ത് ഇപ്പം 10 രൂപയുള്ളൂ കൈവശം കാണാൻ കഴിയും. ആ പാടെ ബുക്കും ഇല്ല, ഒന്നും ഈ കാർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 4 മാസം കൂടെ തീരും. ഈ കുറച്ച് ചെറിയ തുച്ഛമായ ജോലി ചെയ്ത് 8,000 രൂപ നമ്മളോട് അതേ നടന്നുകൊണ്ടിരുന്ന. അറിയത്തില്ല. ആ മേഡം വരുമ്പം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അറിയാവുള്ളൂ. ഇവിടെ പൈസ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വന്നായിരുന്നു. വന്നപ്പോ മേഡവും ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു. പൈസ എങ്ങനെയാ എടുത്തു തന്നെന്ന് അറിയത്തില്ല. 2 അക്കൗണ്ട്, ഈ 2,000-ന്റെയും 2,500-ന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, 3,000-ന്റെ ഉണ്ടായിരുന്നു. 3,000-ന്റെ പൈസ എടുത്തു തരാൻ പറഞ്ഞത് 3,000 പൈസ എടുത്തു തന്നെന്നാ പറയുന്നത്. അപ്പൊ 2ഉം കൂടിയാ ഇപ്പം ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചപ്പോ 2ഉം കൂടെ അവത്തിന്നാ പൈസ എടുത്ത് തന്നിരിക്കുന്നതെന്ന് ചേച്ചി പറഞ്ഞു. കുറേശ്ശെ എടുത്തു തന്നെന്നാ പറയുന്നത്. അപ്പൊ ആ മേഡം വരാതെ ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാര്യങ്ങൾ. പോസ്റ്റ് ഓഫീസിലെ വലിയ കൊള്ളയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഇവിടെ ഒരു ഏജന്റ് ആയിരുന്ന ഒരു ചേച്ചി കഴിഞ്ഞ 15-16 വർഷമായിട്ട് ഫീൽഡിൽ ഏജന്റ് ആയിരുന്ന ചേച്ചിയാണ് കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി മരണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഏജന്റ് മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ടും അവർ പൈസ അടയ്ക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോഴാണ്, പോസ്റ്റ് ഓഫീസിൽ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിന്റെ ഇവിടുത്തെ നിങ്ങളുടെ പാസ്ബുക്കും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ബ്ലോക്കിൽ അവരുടെ കുടുംബത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ് ഓഫീസ് പറയുന്നത്. പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ബ്ലോക്കിൽ നിന്ന് ഓരോരുത്തർക്കും വിളിച്ചവർ ബുക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. നിലവിൽ അവരുടെ കയ്യിൽ അവരുടെ ബുക്കുകൾ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവർ അറിയാൻ കഴിയുന്നത്. ഓരോരുത്തരും 26,000-ഉം 36,000-ഉം 96,000-ഉം 1,00,000-ഉം 1,50,000-ഉം 1,40,000-ഉം അടച്ച ആളുകളൊക്കെയും വെറും 3,600-ഉം 2,200-ഉം 3,600-ഒക്കെ മാത്രമാണ് പാസ്ബുക്കിൽ പതിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വലിയ കൊള്ളയാണ് ഈരാറ്റുപേട്ടം പോസ്റ്റ് ഓഫീസിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കുമ്പോൾ ഞങ്ങളല്ല അതിന് ഉത്തരവാദികൾ, ഏജന്റ് ആണെന്നാണ് പറയുന്നത്. ഏജന്റ് മരണപ്പെട്ടു. പല ആളുകളും ലക്ഷങ്ങളും അല്ലെങ്കിൽ 10,000-ങ്ങളും മുടക്കിയിട്ട് അടച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. 60,000 മുതൽ 1,00,000 രൂപ വരെ നഷ്ടമായ നിരവധി ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട്.
ഇന്ന് ഇരകളെല്ലാം സംഘടിച്ചെത്തി ഇത് സംബന്ധിച്ച പരാതി പോസ്റ്റ് മാസ്റ്റർക്ക് നൽകുകയായിരുന്നു. എന്നാൽ പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ലെന്നാണ് ഇവിടെയുള്ള ജീവനക്കാരും പറയുന്നത്. പോസ്റ്റ് ഓഫീസിന്റെ രേഖകൾ ഉപയോഗിച്ച് പൈസ വാങ്ങുകയും എന്നാൽ ഇവ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റുകയും ചെയ്തുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ജോലി ചെയ്ത് 8,000 രൂപ ശമ്പളമാണ്, അതേ നടന്നുകൊണ്ടിരുന്നത്.